അപ്പോൾ സത്യത്തിൽ സിസ്റ്റം എന്ന് പറഞ്ഞാൽ നിങ്ങൾ മന്ത്രിയുടെ പുറത്ത് മാത്രം കുതിര കയറിയാൽ പോരാ. ഇതൊരു വ്യവസായമാക്കി മാറ്റിയ കേരളത്തിലെ ഡോക്ടർമാരെ കൂടെ പിടിക്കണം. ഇത്രയും കാലം മിണ്ടാതിരുന്ന ഡോക്ടർമാർ, ഇത്രയും കാലം രോഗികളോട് തുണ്ട് കൊടുത്ത് പുറത്തുനിന്ന് ഇത്തരം സാധനങ്ങൾ വാങ്ങിച്ചുകൊണ്ട് തന്നെ എഴുതി കൊടുത്ത ഡോക്ടർമാരോട് ഇത്രയും കാലം നിങ്ങൾ എന്തേ മിണ്ടാതിരുന്ന് പറയണം. അല്ലെങ്കിൽ ഞാൻ ഈ പറഞ്ഞ ഡിപ്പാർട്ട്മെൻറ്റിലുള്ള ആളുകൾ പറയണം, ഇന്ന് നമ്മുടെ ഡോക്ടർ പറഞ്ഞത് കളവാണ്, രോഗികൾ പുറത്തുനിന്ന് സാധനങ്ങൾ വാങ്ങിക്കുന്നില്ല. ഇനിയല്ല, ഇന്ന് ഡോക്ടർ പറഞ്ഞതാണ് ശരിയെങ്കിൽ, അദ്ദേഹം പറഞ്ഞതുപോലെ പുറത്തുനിന്ന് രോഗികൾ സാധനം വാങ്ങിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളൊക്കെ അതിന് കൂട്ടുനിന്നവരാണ്. കുറ്റകരമായ മൗനമാണ്. ഒരു കാര്യം കൂടെ പറയാം. വി എസ് അച്യുതാനന്ദൻ സർക്കാരിൻ്റെ കാലത്ത് മെഡിക്കൽ കോളേജിലെ ഡോക്ടർമാർക്ക് സ്വകാര്യ പ്രാക്ടീസ് നിരോധിച്ചിരുന്നു. ഒന്ന് അന്വേഷിച്ച് നോക്കാം, തിരുവനന്തപുരം മുതൽ അങ്ങ് കാസർഗോഡുള്ള മെഡിക്കൽ കോളേജുകളിലെ എത്ര ഡോക്ടർമാർ ഇപ്പോൾ വീണ്ടും സ്വകാര്യ പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്? എല്ലാം തിരിച്ചു വന്നിരിക്കുകയാണ്. കച്ചവടം കച്ചവടം കച്ചവടം. ദീപസ്തംഭം മഹാശ്ചര്യം, നമുക്കും കിട്ടണം പണം എന്നതാണ് അടിസ്ഥാനം. ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് കാണുമ്പോൾ ഞെട്ടുന്ന സംഘടനാ പ്രതിനിധികൾ, മന്ത്രിമാർ, രാഷ്ട്രീയ പ്രവർത്തകർ എല്ലാവരോടും എനിക്ക് പുച്ഛം മാത്രമേ ഉള്ളൂ.